ഹലോ, എൻ്റെ പേര് ഷീല ജോയ്. ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഡിസൈനാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കി ചെയ്ത് നോക്കണം. കണ്ടതിന് ശേഷം ചെയ്ത് നോക്കണം. ആദ്യം നമ്മൾ ഫ്രെയിം ഇട്ടതിന് ശേഷം തുണിയൊക്കെ വലിച്ചു ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം റണ്ണിങ് സ്റ്റിച്ചിട്ടു. എന്നിട്ട് നമ്മൾ വീതി കൂട്ടി വീതി കുറച്ച് കണ്ടോ ഡോട്ടിട്ട് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ആ സ്റ്റിച്ച് ചെയ്ത് നമ്മളിത് നല്ലൊരു ഡിസൈനാണ് ചെയ്യുന്നത്. അത് കറക്റ്റാണ്. ഒരു പൊട്ടിൻ്റെ കണക്ക് ഇരിക്കും. റൗണ്ടായിട്ട് ആദ്യം വീതി കുറച്ച് പിന്നെ വീതി കൂട്ടി അങ്ങനെ വരും. വീതി കൂട്ടി പിന്നെ വീതി കുറച്ച് അതേപോലെ ഒരു റൗണ്ട് ടൈപ്പിൽ ചെറിയൊരു റൗണ്ട് അതാണ് വരുന്നത്. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂന്നാമത്തെ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലീഫാണ്. ലീഫ് നമുക്ക് പല ടൈപ്പുണ്ട്. ഞാനിപ്പോൾ ഈ ചെയ്യാൻ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഇടതുവശവും വലതുവശവും വീതി കുറച്ചും വീതി കൂട്ടി അങ്ങനെയുള്ള ഒരു ലീഫാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ആ സൈഡ് കഴിഞ്ഞ് ഇടത് സൈഡ് കഴിഞ്ഞ് പിന്നെ വലത് സൈഡിലോട്ട് ഇപ്പുറത്തെ സൈഡ് വലത് സൈഡും കൂടെ അങ്ങനെ നമുക്ക് തീർത്തും ആ ലൈൻ മൊത്തം ചെയ്തെടുക്കാം. ചരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് കൂടെ നമുക്ക് ചരിച്ച് ഓരോ ലീഫ് ചെയ്യും. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഒരു ബേസിക്കായിട്ടൊരു സ്റ്റിച്ചുകളാണ്. നമുക്കിന്ന് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ലീഫുകൾ കൊണ്ട് നമുക്കൊരു ഡിസൈൻ ചെയ്തെടുക്കാം. ഓരോ ചുരിദാറിലായാലും ബ്ലൗസിനകത്തൊക്കെ നമ്മൾ സാരിയിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ലീഫുകളൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അത് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് താഴോട്ട് ലീഫിൻ്റെ തണ്ട് ഒന്ന് ചെയ്ത് കറക്റ്റാക്കണം. അപ്പോൾ എന്നാലും അത് ഫിനിഷിങ്ങായി വരും. ആ തണ്ട് കൂടെ ചെയ്തിട്ട് നമുക്ക് ഇപ്പം നമ്മൾ 1, 2, 3 സ്റ്റിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു.
നമുക്ക് 4ാമത്തെ സ്റ്റിച്ച് ചെയ്യാം. നമുക്കത് ഈ ലീഫിനേക്കാളും ഒരു വ്യത്യാസമാണ് ആ ലീഫ് കാണാൻ. കണ്ടോ, ഇപ്പുറത്ത് നമ്മൾ ആദ്യം വീതി കുറച്ച്, നടുക്ക് വീതി കുറച്ച് കൂട്ടി, പിന്നെ ഇപ്പുറത്തെ സൈഡ് വന്ന് ആദ്യം വീതി കുറച്ച് പോയിൻ്റ് ഇട്ടിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ നടുക്ക് മാത്രം വീതി കൂട്ടി വരുന്നുണ്ട്. കണ്ടല്ലേ, ഈ ലീഫിൻ്റെ കണക്കല്ല മറ്റേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഫ് കേട്ടോ. ആദ്യം നമ്മൾ ചെയ്ത ലീഫിനേക്കാളും വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഓരോ ലീഫും നമുക്ക് പല രീതിയിൽ ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ ബേസിക്കായുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മെഷീനുള്ളവർ ചെയ്ത് നോക്കുക. മനസ്സിലായ കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കണം. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓരോ ക്ലാസ്സും പുതിയ ഞാൻ ഓരോ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റിച്ചുകളിടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തും. നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, മുകളിൽ നമുക്ക് അതേപോലെ തന്നെ ആദ്യം ആ തുമ്പ് കൊണ്ടുവന്നതിന് ശേഷം താഴോട്ട് നമ്മൾ ആ വരച്ച ലൈൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് ആ ലീഫിൻ്റെ തണ്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു സ്കാലപ്പ് അടുത്തത് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്കാലപ്പ് ഡിസൈൻ ചെയ്യാം. കണ്ടോ, നമ്മൾ തുടങ്ങി റണ്ണിങ് സ്റ്റിച്ചിട്ട് വീതി നടുക്ക് മാത്രം വീതി കൂട്ടി പോലെ കണ്ടോ, അതേപോലെ തന്നെ ഇപ്പുറത്ത് നടുക്ക് വീതി കൂട്ടി ഒരേ അളവായിരിക്കണം. നടുക്ക് വീതി കൂട്ടി ആദ്യം വീതി കുറച്ച്, പിന്നെ നടുക്ക് വീതി കൂട്ടി, പിന്നെ വീതി കുറച്ച്. കണ്ടോ, അതേപോലെയാണ്. ഇതാണ് സ്കാലപ്പ്. നമ്മൾ സാരിയുടെ അരികിലും ഷോളിൻ്റെ അരികിലും സ്ലീവിൻ്റെ സൈഡിലും എൻഡിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ഡിസൈനാണ്. ഇത് സ്കാലപ്പ് തന്നെ പല രീതിയിലുണ്ട്. ഓരോന്ന് ഇന്നിപ്പോൾ ഞാനിത് ചെയ്തായിരിക്കും. വേറെ ക്ലാസ്സിൽ അടുത്ത സ്റ്റിച്ച് ഇടാം കേട്ടോ. അപ്പം നമ്മൾ അത്രയും ഡിസൈൻ 5 ഡിസൈനും ചെയ്ത് കഴിഞ്ഞ് നോക്കിക്കുക. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. സ്കാലപ്പ് ലീഫിൻ്റെ തന്നെ 2 മോഡലുണ്ട്. അതുപോലെ തന്നെ അടിയിലെ നൂല് നമ്മൾ കട്ട് ചെയ്ത് കളയണം. നമ്മൾ തുണിയുടെ നല്ല വശത്തെ പോലെ തന്നെ ക്ലീനാക്കി എടുക്കണം അടിയിലത്തെ ഇതും. അതുപോലെ തന്നെ നേരത്തെയൊക്കെ പണ്ടൊക്കെ ഞങ്ങൾ ബോബിൻ നൂല് കൊടുക്കുന്നത് വെള്ള നൂലായിരുന്നു. നമ്മൾ ലോക്ക് മെഷീൻ്റെ നൂലില്ലേ, ഇപ്പോൾ അതൊന്നുമല്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൂല് തന്നെ കൊടുക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ ഫ്ലവർ തയ്ക്കാൻ ഏത് കളറാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ കളർ തന്നെ ബോബിൻ നൂലും കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ട്, അടിയിലത്തെ ബോബിൻ നൂല് കയറി വന്നാൽ അറിയത്തില്ല അതിനകത്ത് കേട്ടോ. അപ്പോൾ അത് ലെവൽ ചെയ്ത് പോവും. ആ ഡിസൈൻ വെള്ള നൂല് കയറി വന്നാൽ അത് വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മൾ മുകളിൽ ഡിസൈൻ ചെയ്യാൻ ഏത് സിൽക്ക് നൂല് ഉപയോഗിക്കുന്നോ ആ കളർ തന്നെ ബോബിൻ നൂലും എടുക്കാൻ ഉപയോഗിക്കണം. അപ്പം നമ്മുടെ അടിയിലെ ഭാഗമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അടിയിൽ നൂലൊക്കെ ത്രെഡൊക്കെ ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം ഉണ്ട് മുകളിലും നല്ല അതേപോലെ. അല്ലെങ്കിൽ നമ്മൾ നല്ല തുണിയിൽ തയ്ക്കാം, ചുരിദാറിലായാലും ബ്ലൗസിലൊക്കെ തയ്ക്കുമ്പോഴേ അടിയിലത്തെ നൂലിങ്ങനെ കുരുങ്ങി കൊടുക്കി കിടക്കും. അപ്പോൾ അത് മാറ്റണം കേട്ടോ. ഇതെല്ലാം വൃത്തിയാക്കണം. ഓക്കെ.